ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ കറിയാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 5 സവാള, 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, 10-15 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി എന്നിവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തത്. ആ ചിക്കനിലോട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സവാള ഇതുപോലെ അരിഞ്ഞെടുക്കണം. പിന്നെ ബാക്കിയുള്ളതും ഞാൻ ഈ അരിഞ്ഞതുപോലെയൊക്കെ അരിയണം. വെളുത്തുള്ളി അരിയേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഇറച്ചിയിലോട്ട് ചേർക്കാനുള്ളതിനെ കുറിച്ച് പറയാം. കുറച്ച് പെരുംജീരകം, കുറച്ച് തേങ്ങ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല. അടുത്തതായിട്ട് ഞാൻ പാൻ എടുത്ത് ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് പെരുംജീരകവും തേങ്ങയും എണ്ണയിലോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞ് സവാള ഞാൻ ആഡ് ചെയ്തു. സവാള ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ ചെറിയ ഉള്ളി ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പച്ചമുളകും ഇഞ്ചിയും ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തു. കുറച്ച് കരിവേപ്പിലയും ഞാൻ ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഞാനിതിലോട്ട് ആഡ് ചെയ്തു. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പൊടികൾ ആഡ് ചെയ്യാം. നേരത്തെ ഞാൻ എടുത്ത് വെച്ചിരുന്ന പൊടികൾ ഞാൻ ആഡ് ചെയ്തു. ഗരം മസാല ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് ഇറച്ചി കഷ്ണങ്ങൾ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു കുറച്ച് വേവാകുമ്പോൾ തന്നെ എടുത്ത് അതിലോട്ട് ഗരം മസാലയും ഞാൻ കുറച്ച് മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്യണം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ മല്ലിയില അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിനെ അടച്ച് വെച്ച് വേവുന്നത് വരെ വേവിക്കണം. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് കമൻറ്റും ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.